അമ്മൂമ്മേ, അമ്മൂമ്മ ഒരിക്കൽ പറഞ്ഞില്ലേ, 3 കണ്ണും 4 കൈകളുമുള്ള ഒരു കുട്ടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരനെന്ന്. പക്ഷേ ശ്രീകൃഷ്ണന് ബലരാമൻ മാത്രമല്ലേ ചേട്ടനായിട്ടുള്ളൂ. അപ്പോ പിന്നെ ആരാ ഈ കുട്ടി? അതെ മോനെ, അവൻ കൃഷ്ണന്റെ അമ്മായിയുടെ മകനായിരുന്നു. പക്ഷേ ജനിച്ചപ്പോൾ അവനൊരു വിചിത്ര രൂപമായിരുന്നു. ആ കഥ കേൾക്കണോ നിനക്ക്? എന്നാൽ കേട്ടോ. ഭഗവാൻ കൃഷ്ണന്റെ അമ്മായിയായ സാത്വതിയുടെ മകനായിരുന്നു ശിശുപാലൻ. അതായത് കൃഷ്ണന്റെ അടുത്ത ബന്ധു. ചേതി രാജ്യത്തെ രാജകുമാരനായാണ് ശിശുപാലൻ ജനിച്ചത്. ജനിക്കുമ്പോൾ ശിശുപാലന് 3 കണ്ണുകളും 4 കൈകളും ഉണ്ടായിരുന്നു. ജനിച്ച ഉടനെ കഴുതയെ പോലെ കരയുകയും ചെയ്തു. ഇത് കണ്ട് ഭയന്ന മാതാപിതാക്കൾ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അശരീരി മുഴങ്ങി. ഈ കുഞ്ഞിനെ ആരുടെ മടിയിൽ വെക്കുമ്പോഴാണോ അധികമുള്ള കണ്ണും കൈകളും അപ്രത്യക്ഷമാകുന്നത്, അയാളായിരിക്കും ഇവന്റെ അന്തകൻ. ഒരിക്കൽ കൃഷ്ണൻ തന്റെ അമ്മായിയുടെ വീട്ടിലെത്തി. കൃഷ്ണൻ ശിശുപാലനെ മടിയിലെടുത്ത് കിടത്തിയപ്പോൾ അത്ഭുതകരമായി ശിശുപാലന്റെ അധികമുള്ള കൈകളും കണ്ണും അപ്രത്യക്ഷമായി. തന്റെ മകനെ കൊല്ലുന്നത് കൃഷ്ണനായിരിക്കുമെന്നറിഞ്ഞ അമ്മായി കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് അപേക്ഷിച്ചു, എന്റെ മകനെ കൊല്ലരുത്. അമ്മായിയുടെ അപേക്ഷ കേട്ട കൃഷ്ണൻ ഒരു വാഗ്ദാനം നൽകി. ശിശുപാലൻ ചെയ്യുന്ന 100 തെറ്റുകൾ ഞാൻ ക്ഷമിക്കും, എന്നാൽ 101ാമത്തെ തെറ്റ് ചെയ്താൽ ഞാൻ അവനെ വധിക്കും. ശിശുപാലൻ വളർന്നപ്പോൾ വലിയൊരു കൃഷ്ണവിരോധിയായി മാറി. രുക്മിണിയെ കൃഷ്ണൻ കൊണ്ടുപോയത് ശിശുപാലനെ വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നീട് പല സന്ദർഭങ്ങളിലും ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിക്കാനും വെല്ലുവിളിക്കാനും തുടങ്ങി. യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയ യജ്ഞമായിരുന്നു ശിശുപാലന്റെ അന്ത്യത്തിന് വേദിയായത്. യജ്ഞത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തി ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഭീഷ്മർ നിർദ്ദേശിച്ചത് കൃഷ്ണന്റെ പേരായിരുന്നു. ഇത് കേട്ടതും ശിശുപാലൻ സഭയിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. അവൻ കൃഷ്ണനെ അതിക്രൂരമായി അധിക്ഷേപിക്കാൻ തുടങ്ങി. ഓരോ തവണ അധിക്ഷേപിക്കുമ്പോഴും കൃഷ്ണൻ പുഞ്ചിരിയോടെ അത് എണ്ണിക്കൊണ്ടിരുന്നു. സഭയിലുള്ള മറ്റുള്ളവർ കോപിച്ചെങ്കിലും കൃഷ്ണൻ അവരെ തടഞ്ഞു. കൃഷ്ണന്റെ അമ്മായിക്ക് നൽകിയ വാഗ്ദാനം അനുസരിച്ച് കൃഷ്ണൻ 100 തെറ്റുകൾ വരെ ക്ഷമിച്ചു. എന്നാൽ 101ാമത്തെ അധിക്ഷേപം ശിശുപാലൻ ചൊരിഞ്ഞ നിമിഷം കൃഷ്ണൻ തന്റെ സുദർശന ചക്രം അയച്ചു. നിമിഷ നേരം കൊണ്ട് ശിശുപാലന്റെ തല അറുക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ശിശുപാലൻ വൈകുണ്ഠത്തിലെ ദ്വാരപാലകരായിരുന്ന ജയവിജയന്മാരിൽ ഒരാളായിരുന്നു. സനകാദി മഹർഷിമാരുടെ ശാപം കാരണം ഭൂമിയിൽ അസുരന്മാരായി 3 ജന്മങ്ങൾ ജനിക്കേണ്ടി വന്നതിൽ അവസാനത്തെ ജന്മമായിരുന്നു ശിശുപാലന്റേത്. ശിശുപാലന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചൈതന്യം കൃഷ്ണനിൽ തന്നെ ലയിച്ചു ചേർന്നു. ശിശുപാലന്റെ കഥ പഠിപ്പിക്കുന്നത് ഭഗവാൻ എത്ര ക്ഷമാശീലനാണെങ്കിലും കർമ്മഫലം അതിന്റെ പരിധി ലംഘിക്കുമ്പോൾ ശിക്ഷ അനിവാര്യമാണെന്നാണ്.